പിറകിൽ നിന്നുള്ള വിളി കേട്ട് തിരിഞ്ഞു നോക്കിയതും തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന പാർവതിയെയും രാധുവിനെയുമാണ് കണ്ടത്. എന്താ നീ ഇവിടെ തന്നെ നിൽക്കുന്നത്? രാധു, അതെൻ്റെ കമ്മൽ കളഞ്ഞുപോയി. ഒരു മോനാ കൊണ്ടു തന്നത്. ഏതു മോൻ? ദാ ഇവൻ. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും അവൻ നിന്ന ഇടം ശൂന്യമായിരുന്നു. അയ്യോ, അവനെവിടെ പോയി? കമ്മൽ തന്നിട്ട് പോയതായിരിക്കും. നീ വാ, നമുക്ക് പോകാം. പാർവതിയുമൊത്ത് തിരിച്ചു നടക്കുമ്പോൾ ഹിമയുടെ കണ്ണുകൾ അവനായി അവിടെയാകെ ഓടി നടന്നു. ഈ സമയം മറ്റൊരിടത്ത്. എന്താ അഴകണ്ണ? തൻ്റെ കയ്യും പിടിച്ച് വേഗത്തിൽ മുൻപോട്ട് നടക്കുന്ന അഴകിനോട് അപ്പു ചോദിച്ചു. നീ വേഗം വാ, അണ്ണൻ വിളിക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ പോകാം. അപ്പോ ചേച്ചിയോ? ചേച്ചിയൊക്കെ ഉണ്ട്, നീ വാ. അപ്പുവുമായി അഴക് തിരിച്ചെത്തിയപ്പോൾ അവർക്കായി വണ്ടിയിൽ കാത്തിരിക്കുകയായിരുന്നു മാണിക്കനും അവൻ്റെ തോളിൽ ചാരിക്കൊണ്ട് പാതി ബോധത്തിൽ അല്ലിയും. എന്താ അണ്ണ, ചേച്ചിക്ക് വയ്യേ? കുഴപ്പമില്ലടാ, വേഗം കയറ്. അണ്ണ, കുറച്ചു നേരം കഴിഞ്ഞു വരാം. നിങ്ങളെ ഇവിടെ തന്നെ ആക്കിയിട്ട് പോകാൻ പറ്റില്ല, വേഗം വാ. അവസാനം അവർ 4 പേരും വീട്ടിലേക്ക് തിരിച്ചു. 12 മണി അടുപ്പിച്ചായിരുന്നു അവർ വീട്ടിലെത്തിയത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അല്ലിയുടെ മുഖത്ത്. അവളെ കട്ടിലിലേക്ക് കിടത്തിയ ശേഷം മാണിക്കൻ അടുത്തായിരുന്നു. വയ്യേ? ബംഗ്ലാവിലെ സാറുമാരോട് ഞാൻ ജോലിയുടെ കാര്യം ചോദിച്ചായിരുന്നു. അവർക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ പറഞ്ഞതുകൊണ്ട് നാളെ വരാൻ പറഞ്ഞു. പോവാം. വയ്യല്ലോ നിനക്ക്? അതൊക്കെ ഇപ്പോൾ മാറില്ലേ? നിന്നെ ഞാൻ ജോലിക്ക് പോകാൻ നിർബന്ധിക്കില്ല. എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട്. ഞാൻ സമ്പാദിക്കുന്നത് നമുക്ക് വേണ്ടിയല്ലേ? എന്നാ നീ നാളെ ചെല്ലേ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിർത്തിയേക്കാം. അണ്ണ, എത്ര മണിക്കാണ് പോവേണ്ടത്? 10 മണിക്കൊക്കെ പോയാൽ മതിയെന്നാണ് അവർ പറഞ്ഞത്. അല്ലി ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാണിക്കൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഹാളിലായി ഇട്ടിരിക്കുന്ന കട്ടിലിൽ അപ്പവും അഴകും കെട്ടിപ്പിടിച്ചുറങ്ങുന്നുണ്ട്. അവരെയൊന്ന് നോക്കിയ ശേഷം മാണിക്കൻ പുറത്തേക്ക് നടന്നു. പതിയെ അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഈ സമയം ബംഗ്ലാവിലെ ഒരു മുറിയിൽ ബാൽക്കണിയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഒരാൾ. രാവിലെ കോളിംഗ് ബെൽ കേട്ടുകൊണ്ടാണ് ദേവൻ പോയി വാതിൽ തുറന്നത്. വാതിൽ തുറന്നു വരുന്ന ആളെ കണ്ടതും അല്ലി ഞെട്ടി. ആരാ? നിങ്ങളാരാ? അത് കൊള്ളാം, എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ആരാണെന്നോ? അത് ഞാൻ. എന്ത്? അണ്ണൻ പറഞ്ഞു ഇവിടെ ജോലിക്ക് ആളെ വേണമെന്ന്. പക്ഷേ നിങ്ങളെങ്ങനെ ഇവിടെ? എന്തു പറയണമെന്നറിയാതെ അല്ലി നിന്നു. എന്താടാ, ആരാ അവിടെ? അപ്പോഴാണ് കാശി അങ്ങോട്ട് വന്നത്. എടാ കാശി, ഇതാരാ വന്നേക്കുന്നതൊന്ന് നോക്കിയേ. ഡാ, വെറുതെ വിട്, പാവം കുട്ടിയാ, അകത്തേക്ക് ചെല്ല്. എല്ലാവരും അടുക്കളയിലുണ്ട്, മാണിക്കൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ശരി സാർ. ഒരു അവിഞ്ഞ പുഞ്ചിരി കൊടുത്തുകൊണ്ട് അല്ലി വേഗം അടുക്കളയിലേക്ക് ചെന്നു. നീ എന്താടാ അവളെ വിട്ടുകളഞ്ഞത്? വിളഞ്ഞ വിത്താ. അത് മാണിക്കൻ ശരിയാക്കിക്കോളും. അല്ലി പെട്ടെന്ന് തന്നെ എല്ലാവരുമായി അടുത്തിരുന്നു. കൂടുതൽ സമയവും ആ പെൺകുട്ടികൾക്ക് കൂടെ തന്നെയായിരുന്നു. അല്ലി, നീ ഇത്ര കമ്പനിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അത് പാർവതി ചേച്ചിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? എന്തായാലും കൊള്ളാമല്ലേ? ചേച്ചി, ഇന്ന് ഉച്ചക്കത്തേക്ക് എന്താ ഉണ്ടാക്കേണ്ടേ? എന്തെങ്കിലും മെഴുക്കുപുരട്ടി ഉണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ മീനൊന്നും വേണ്ട? വേണ്ടെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് കുറച്ചധികം ദൂരമില്ലേ മാർക്കറ്റ്? മാർക്കറ്റിൽ പോകണമെങ്കിൽ ടൗണ് വരെ പോകണം. ഇതിപ്പോൾ നിങ്ങൾക്ക് മീനും ഇറച്ചിയുമൊക്കെ ഇവിടെ തന്നെ കിട്ടും. മീന് എന്നു രാവിലെ കൊണ്ടുവരും. അവരോട് പറഞ്ഞാൽ തരും. ഇവിടെ കൊണ്ടുതരും അവർ. ഇറച്ചി എല്ലാ ഞായറാഴ്ചയും കിട്ടും. ശരിയാ, മീനുണ്ടായിരുന്നുവെങ്കിൽ ഊണിന് ഒരു രസമുണ്ടായിരുന്നു. രാധു ചേച്ചിക്ക് ഇപ്പം എന്താ വേണ്ടേ? മീനല്ലേ വേണ്ടത്? ആ, ഇപ്പോൾ ശരിയാക്കി തരാം. അല്ലി ഫോണെടുത്ത് ആരുടെയോ നമ്പർ ഡയൽ ചെയ്ത് വിളിച്ച ശേഷം അവരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. ആരെ വിളിച്ചതാ നീ? 1 മണിക്കൂറിനകം മീൻ റെഡി. എങ്ങനെ? ആറ്റിൽ നിന്ന്. അല്ലാതെ എവിടുന്നാ? ഞങ്ങളൊക്കെ അങ്ങനെയാ പിടിക്കുന്നത്. എൻ്റെ അനിയനെയാ വിളിച്ചത്. അവനിപ്പോൾ കൊണ്ടുതരും. എന്തായാലും നന്നായി അല്ലേ? ആ. അവരുടെ സംസാരം അങ്ങനെ നീണ്ടുപോയി. അല്പം കഴിഞ്ഞതും വീടിൻ്റെ മുന്നിൽ സൈക്കിളിൻ്റെ ബെല്ല് കേട്ടുകൊണ്ടാണ് ഹിമയും മല്ലിയും അങ്ങോട്ട് ചെന്നത്. അല്ല, നീ ഇവനെയും കൂട്ടിയോ? വെയിൽ കൊള്ളിക്കുന്നത് എന്തിനാടാ? ഇവനും വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്തു ചെയ്യും? അഴക് മീൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പോഴും അപ്പുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഹിമ. എന്താ ചേച്ചി, ചേച്ചിക്ക് അറിയോ ഇവനെ? പിന്നല്ലാണ്ട് നമുക്കറിയാലോടാ. അപ്പു തലയാട്ടി. എങ്ങനെ? ഇവനാ ഇന്നലെ എൻ്റെ കമ്മൽ കളഞ്ഞു പോയപ്പോൾ കൊണ്ടു തന്നത്. ആണോ? പെട്ടെന്ന്
അപ്പു, അപ്പു! റോഡിന് പുറത്തു നിന്നും ഒരുപാട് കൊച്ചുകുട്ടികൾ അപ്പുവിനെ നോക്കി വിളിച്ചു. അതെന്താ ആ കുട്ടികൾ വിളിക്കുന്നത്? ഇവരെ കളിക്കാൻ വിടാൻ. അല്ലി ചേച്ചി, ഞാൻ പൊക്കോട്ടെ? പൊക്കോ. അധികം താമസിക്കാൻ നിൽക്കരുത്. വേഗം വീട്ടിലേക്ക് ചെന്നു. സന്തോഷത്തിൽ അപ്പു കുട്ടികളുടെ കൂടെ പുറത്തേക്കൂടി. അതേസമയം തന്നെയാണ് രാധുവും പാർവതിയും അങ്ങോട്ട് വന്നത്. ആ, അഴകാണോ വന്നത്? ചേച്ചിക്ക് എന്നെ അറിയോ? പാർവതിയോടാണ് അഴക് ചോദിച്ചത്. നിന്റെ ചേച്ചി പറഞ്ഞു, ഒരാൾ കൂടി ഉണ്ടല്ലോ. എവിടെ? അവൻ ഇപ്പോൾ പോയതേയുള്ളൂ. ആണോ? നെൽക്കതിരുകൾ വകഞ്ഞു മാറ്റി ആ പാടവരമ്പത്ത് കൂടി അതിരാവിലെ നടക്കുകയായിരുന്നു അല്ലി. കയ്യിലായി ഒരു കവറുമുണ്ട്. അത് തോളിലിട്ട് മൂളിപ്പാട്ടും പാടിയാണ് അല്ലിയുടെ നടപ്പ്. കൂയ്! കേട്ട ശബ്ദത്തിന് കാത്തോർത്ത് അവൾ ചുറ്റും നോക്കി. ആ, ഭാനു അമ്മയോ? എന്തേ? പാടത്ത് നിന്നും ഒരു വശത്ത് നെല്ല് നട്ടുകൊണ്ട് നിൽക്കുന്ന പെണ്ണുങ്ങൾക്കിടയിലുള്ള ഭാനുവിനെ നോക്കിക്കൊണ്ട് അല്ല ചോദിച്ചു. എവിടെ പോവാ ഈ നേരം വെളുക്കുന്നതിന് മുൻപേ? ആ, അത് കൊള്ളാലോ. ഭാനുവമ്മയ്ക്ക് കണ്ണ് കാണില്ലേ? സമയം 8:15 കഴിഞ്ഞു. ഇതാണോ നേരം വെളുക്കുന്നതിന് മുൻപ്? എന്താടി പെണ്ണെ, രാവിലെ തന്നെ മെക്കെട്ട് കയറാൻ വേറെ ആരെയും കിട്ടിയില്ലേ? പാവം ഈ വയസ്സിയെ കിട്ടിയുള്ളൂ. അപ്പോൾ ആരാ വഴക്കുണ്ടാക്കാൻ വന്നേ? ഞാനോ നിങ്ങളോ? എൻ്റെ പൊന്നു മോളെ, നിന്റെ അടുത്ത് കളിക്കാൻ ഞാനില്ല. രാവിലെ പോകുന്നത് കണ്ടപ്പോൾ ചോദിച്ചതാ. ആ, അങ്ങനെ ചോദിക്ക്. ഞാൻ നമ്മുടെ ബംഗ്ലാവിലെ അവിടെ ജോലിക്ക് പോവാ. ബംഗ്ലാവിലോ? എപ്പോൾ തൊട്ട്? അത് കൊള്ളാം. പോക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. ആ, നീ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ചുണയുള്ള പെൺപിള്ളേരൊക്കെ അങ്ങനെയാണ്. അല്ലാണ്ട് നിങ്ങളുടെ മക്കളെ പോലെ ഭർത്താവിൻ്റെ ഇടിയും കൊണ്ട് കിടക്കുവല്ല. അവരെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അല്ലി മുൻപോട്ട് നടന്നു. ഞാനിപ്പോൾ എന്തിനാ അവളോട് മിണ്ടാൻ പോയത് എന്ന രീതിയിൽ ഭാനുവമ്മ നിന്നു. ഇന്നേക്ക് ഒരാഴ്ചയായി അല്ലി ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട്. സ്വന്തം വീട് പോലെയാണ് അല്ലിക്കാ വീട്. അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളുമാണ് അവൾ. വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് പാർവതിയെയും കാശിയെയുമാണ്. അല്ല, എന്താ രാവിലെ തന്നെ പരിപാടി? എന്താ അല്ലി? പ്രത്യേകിച്ചൊന്നുമില്ല. ഏട്ടനൊരു ചായ ഇട്ട് കൊടുത്ത് ജോലി ചെയ്യുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. അല്ല, ബാക്കിയുള്ളവരൊക്കെ എവിടെ? കാശിയെ നോക്കിയാണ് അല്ലി ചോദിച്ചത്. അവരൊക്കെ പോയി. എപ്പോ? രാത്രി. ഒരാൾ പോയി കുറച്ചു മുൻപ് ദേവനും. അതെന്താ പെട്ടെന്ന്? നന്ദന് ആശുപത്രിയിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ദേവന് നാട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. എന്തോ ജോലിക്കാര്യം. പോയിട്ട് എളുപ്പം അവർ വരും. അയ്യോ, അപ്പോൾ പാർവതി ചേച്ചി തന്നെയല്ലേ ഇവിടെ? ഞാനുണ്ടല്ലോ. പിന്നെ നീയുമില്ലേ? ആ, ഞാനുള്ളപ്പോൾ കാശിച്ചേട്ടൻ വേണ്ട. അത് കൊള്ളാലോ. എന്തായാലും നിങ്ങൾ സംസാരിക്ക്. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ലാപ്ടോപ്പുമായി കാശി റൂമിലേക്ക് പോയി. ചേച്ചി. ആ, ചേച്ചിക്ക് ഇത് എത്ര മാസാ? 4. അയ്യോടാ, ആദ്യത്തെ ആയോണ്ടാ ഏട്ടൻ ഇങ്ങനെ തറയിൽ വെക്കാതെ കൊണ്ടു നടക്കുന്നത്? അല്ലി അങ്ങനെ പറഞ്ഞതും പാർവതിയുടെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി മാഞ്ഞു. എന്താ ചേച്ചി? ഏയ്. കണ്ണിൽ നിന്ന് പൊടിഞ്ഞ ഒരു തുള്ളി കണ്ണുനീർ അവൾ കൈകൊണ്ട് ഒപ്പിയെടുത്തു. എന്താ? ഇത് ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞല്ല. പിന്നെ? അത് പാർവതി തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും അല്ലിയുടെ മുൻപിൽ തുറന്നു കാട്ടി. എല്ലാം പറഞ്ഞു കഴിഞ്ഞതും അല്ലിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിഞ്ഞിരുന്നു. ചേച്ചി പോട്ടെ. കണ്ണൻ പോയാലും എന്താ? ചേച്ചിക്ക് അവൻ വീണ്ടും ജനിക്കാൻ പോവല്ലേ? കരയല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ? ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? പോവാം. പറ. എപ്പോ? ഇന്ന് വേണ്ട, നാളെ വാ ചേച്ചി. ചേട്ടനോട് ചോദിച്ചു നോക്ക്. എന്നാൽ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. ഒരുപാട് ജോലിയുണ്ട്. അല്ലി അകത്തേക്ക് പോയതും ചെറുതായി ഉന്തിയ വയറിൽ പാർവതി പതിയെ കൈകൾ ചേർത്തു. നെൽക്കതിരുകൾ വകഞ്ഞു മാറ്റി മുൻപോട്ട് നടക്കുകയാണ് അല്ലി. പുറകെ തന്നെ പാർവതിയുമുണ്ട്. ചേച്ചി നോക്കി നടക്കണേ. ചേച്ചിക്ക് പരിചയമൊന്നും കാണില്ല. അല്ലി ഇടയ്ക്കിടെ അവളെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാം എൻ്റെ അല്ലിയെ. ഞാൻ ആദ്യമായിട്ടൊന്നല്ല പാടത്തുകൂടി നടക്കുന്നത്. പിന്നല്ലാതെ വലിയ ടൗണിലൊക്കെ താമസിക്കുന്നവരല്ലേ അവിടെ എവിടെയാ ഈ പാടമൊക്കെ? അതിനാരാ അല്ലിയോട് പറഞ്ഞത് എൻ്റെ വീട് അങ്ങ് ടൗണിലാണെന്ന്? ആരും പറഞ്ഞില്ല. നിങ്ങളൊക്കെ വലിയ പണക്കാരല്ലേ? എൻ്റെ പൊട്ടി, ഞാനും കാശിച്ചേട്ടനുമൊക്കെ ഇതുപോലെയൊരു ഗ്രാമത്തിൽ തന്നെയാണ് ജനിച്ചത്. കാശിച്ചേട്ടൻ പിന്നെ ചെറുപ്പത്തിലെ ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ചതാ. വിവാഹം കഴിയുന്നത് വരെ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. സത്യം? പിന്നല്ലാണ്ട്.
നിന്നെപ്പോലെ ഇങ്ങനെ ചുറ്റിയടിച്ച് കറങ്ങി നടന്നതാ ഞാനും. ചേച്ചി സൂക്ഷിച്ച്. വീഴാൻ പോയ പാർവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലി പറഞ്ഞു. പാടം താണ്ടി അല്പം ദൂരം കടന്നപ്പോഴേ കണ്ടു ആറിന് തൊട്ടടുത്തായി കാണുന്ന ഒരു കുഞ്ഞു ഓടിട്ട വീട്. ഇതാ ഞങ്ങളുടെ സ്വർഗം. അങ്ങ് ദൂരെ കാണുന്ന വീട്ടിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അല്ലി പറഞ്ഞു. വീടിൻ്റെ അകത്തേക്ക് കയറാൻ ചെരുപ്പഴിച്ചിട്ടപ്പോഴാണ് പെട്ടെന്ന് അല്ലി മുന്നോട്ട് വന്നത്. വേണ്ട ചേച്ചി. എന്താ? ചെരുപ്പ് കിടക്കട്ടെ, കാലിലൊക്കെ അഴുക്കാകും. നീയൊന്ന് പോയേ. ചെരുപ്പ് ഉമ്മറത്ത് തന്നെ അഴിച്ചിട്ട് പാർവതി ചാണകം മേഞ്ഞ ഉമ്മറത്തേക്ക് കയറിയിരുന്നു. ഞാനിപ്പോൾ വരാവേ. എവിടെ പോവാ? കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ. ഇവിടം വരെ വന്നതല്ലേ, ക്ഷീണം കാണും. അയ്യോ വേണ്ട. പാർവതിയുടെ മറുപടി കേൾക്കുന്നതിന് മുൻപ് അല്ലി അകത്തേക്ക് പോയിരുന്നു. അവൾ പോയതും പാർവതി തൊട്ടുപുറകിലേക്ക് കാണുന്ന പുഴയിലേക്ക് നോക്കി. അടുക്കളയിലേക്ക് പോയ അല്ലി പെട്ടെന്ന് മടങ്ങി വന്നിരുന്നു. ചേച്ചി, ആ ദാ ചായ. ചായ കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് പാർവതി അല്ലിയെ നോക്കി. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഇവിടെ ഇല്ലേ? ഉണ്ട് ചേച്ചി. ചേച്ചി വരുന്ന കാര്യം ഇന്നലെ ഞാൻ അണ്ണനോട് പറഞ്ഞിരുന്നു. രാവിലെ തന്നെ പോയി മീനും ഇറച്ചിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഞാൻ ചേച്ചിയെ വിളിക്കാൻ വന്നപ്പോൾ പാചകമായിരുന്നു. ഇപ്പോൾ രണ്ടവന്മാരെയും കൂട്ടി അണ്ണൻ പുഴയിലേക്ക് കുളിക്കാൻ പോയേക്കുവാ. ആണോ? എന്തിനാ അല്ലി ഓരോന്ന് വാങ്ങണേ? അതിനെന്താ ചേച്ചി, ചേച്ചി എനിക്ക് സ്വന്തം ചേച്ചിയെ പോലല്ലേ. ആ ചേച്ചി. പെട്ടെന്നാണ് വീടിൻ്റെ പുറകുവശത്ത് നിന്നും മാണിക്കൻ ഉമ്മറത്തേക്ക് വന്നത്. കുളി കഴിഞ്ഞ് വരികയാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയും. ഒരു സാധാ കൈലിയാണ് വേഷം. നനഞ്ഞൊരു തോർത്ത് പുതച്ചിട്ടുമുണ്ട്. മാണിക്ക, കുളിയൊക്കെ കഴിഞ്ഞു? ആ അല്ലി, നീ ചേച്ചിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? അത് ഞാൻ. അയ്യോ ഇപ്പോൾ വേണ്ട മാണിക്ക, അവളെനിക്ക് ചായ തന്നു. കഴിക്ക് ചേച്ചി. ഡി, പോയി കഴിക്കാനെടുക്ക്. എൻ്റെ പൊന്നു, എനിക്കിപ്പോൾ വേണ്ട. അല്ലിയോട് ചോദിച്ചു നോക്ക്. ഞാൻ എന്തായാലും ഇപ്പോഴേ പോകുന്നില്ല. കാശിയേട്ടൻ ടൗൺ വരെ പോയിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ എന്നെ കൂട്ടാമെന്ന് പറഞ്ഞു. അതുവരെ ഞാൻ ഇവിടെ കാണും. ആണോ? അപ്പോൾ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ വസ്ത്രമൊന്ന് മാറിയിട്ട് വരാം. ആ. മാണിക്കൻ അകത്തേക്ക് പോയതും പാർവതി അല്ലിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. ഡി, ആ നിന്റെ അനിയന്മാർ എവിടെ? വാ. അല്ലി പാർവതിയുമായി വീടിനകത്തേക്ക് നടന്നു. ഒരു കുഞ്ഞു വീടാണെങ്കിൽ പോലും അടക്കും ചിട്ടയോടെ വെച്ചിട്ടുണ്ട്. അവർ നേരെ പോയത് അടുക്കളയുടെ പുറകുവശത്തേക്കായിരുന്നു. അവിടെ അഴക് തുണി പിഴിയുകയായിരുന്നു. ഡാ, ആ അപ്പു എവിടെ? ദാ നിൽക്കണേ. കുറച്ചു ദൂരത്തേക്ക് കൈ കാണിച്ചുകൊണ്ട് അഴക് പറഞ്ഞു. ദാ ചേച്ചി. പാർവതി പുറത്തേക്കിറങ്ങി ഒന്ന് നോക്കിയപ്പോൾ കണ്ടത് പുറം തിരിഞ്ഞോടുന്ന ഒരു കുട്ടിയെയായിരുന്നു. ഈ ചെക്കൻ എവിടെ പോവാ? അപ്പു. അല്ലി അപ്പു പോയ വഴിയെ കൂകി വിളിച്ചു. ഞാൻ അച്ചുവിൻ്റെ കൂടെ കളിക്കാൻ പോവാ. അപ്പു തിരിഞ്ഞു നോക്കാതെ ഓടിക്കൊണ്ട് മറുപടി പറഞ്ഞു. നീ ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോടാ. ഇല്ല. ചേ. അല്ലി അപ്പു പോയ വഴിയെ പല്ല് കടിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു. അവൻ എന്തായാലും പോട്ടെ, ഇങ്ങോട്ട് വരുമല്ലോ. നടന്നത് തന്നെ. അഴക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വാ. ചേച്ചി അവനെ കണ്ടിട്ടില്ല അല്ലേ? വാ. അകത്തേക്ക് കയറാൻ തുടങ്ങിയ പാർവതിയുടെ മനസ്സിൽ എന്തൊക്കെയോ ആത്മസംഘർഷം നിറഞ്ഞു.